നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു. ഷോക്കേറ്റത് പൈനാപ്പിൾ കൃഷിക്ക് ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. നെടുമ്പാശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. പിടികൂടിയത് അങ്കമാലിയിൽ നിന്ന് കാക്കനാട്ടേക്ക് കൊണ്ടുപോയ 15 കിലോ കഞ്ചാവ്. ഇതര സംസ്ഥാനക്കാരായ 2 പേർ പിടിയിൽ. കോട്ടയത്ത് കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അപകടം ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച. മരിച്ചത് ക്ലാമറ്റം സ്വദേശി മല്ലികത്തോട്ടത്തിൽ മജോ ജോണി. സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തും. 27-ാം തീയതി മഴക്കാലം തുടങ്ങാൻ സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രം. ഒറ്റപ്പെട്ട വേനൽ മഴയും തുടരും. ഇന്നും നാളെയും ചൂട് കൂടുമെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറത്ത് നിപ രോഗിയുടെ നില ഗുരുതരമായി തുടരുമ്പോഴും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കാത്തത് ആരോഗ്യ കേരളത്തിന് ആശ്വാസമാവുകയാണ്. 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയതോടെ ആകെ നെഗറ്റീവ് ആയവരുടെ എണ്ണം 25ആയി. നിപ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 94 പേരാണ്. കഴിഞ്ഞ ദിവസം 37 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. രോഗിയെ ചികിത്സിക്കുന്ന പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഇവരിൽ ഏറെയും. 94 പേരുടെ സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് വിഭാഗത്തിൽ നിന്നുള്ള 53 പേരാണുള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്ന് 40 പേരും പാലക്കാട് ജില്ലയിലെ 11 പേരും എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ ഓരോരുത്തരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 41 പേർ ലോ റിസ്ക് വിഭാഗത്തിലാണ്. അതേസമയം രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. രോഗിക്ക് ഇതുവരെ 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളോടുകൂടി 5 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ഒരാൾ ICUവിലും. ആരുടെയും നില ഗുരുതരമല്ല. രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം അറിയാനുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. രോഗിയുടെ അടുത്ത വീട്ടിലെ ചത്ത പൂച്ചയുടെ ശരീരഭാഗങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം അറിയാൻ കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതേസമയം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ജില്ലയിൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനും ആരംഭിച്ചിട്ടുണ്ട്. പനി സർവേയുടെ ഭാഗമായി 1781 വീടുകളിലാണ് ഇതുവരേക്കും ആരോഗ്യ പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണം നഷ്ടമായ സംഭവത്തിൽ കൂടുതൽ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്ത് പോലീസ്. അസിസ്റ്റന്റ് മുതൽപ്പടിയെ മൊഴിയെടുപ്പിക്കാൻ വീണ്ടും വിളിപ്പിച്ചു. സ്വർണം തൂക്കാൻ കൊണ്ടുവന്ന രീതിയിൽ പിഴവ് സംഭവിച്ചുവെന്ന കണ്ടെത്തലുമുണ്ട്. 13 പവന്റെ സ്വർണ്ണക്കമ്പിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അസിസ്റ്റന്റ് മുതൽപ്പടി ലോക്കറിൽ നിന്ന് പെട്ടിയിലുള്ള സ്വർണം കൊണ്ടുവരികയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്താൽ തൂക്കം ഉറപ്പാക്കുകയുമാണ് പതിവ് രീതി. പെട്ടിക്കുള്ളിൽ മറ്റൊരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തിയ ദിവസം ലോക്കറിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന് സഞ്ചിയുമായി വരികയായിരുന്നു എന്നാണ് മൊഴി. സ്വർണം കൊണ്ടുവരുമ്പോൾ അസിസ്റ്റന്റ് മുതൽപ്പടിയും പോലീസ് ഗാർഡും തമ്മിൽ അകലം ഉണ്ടാവുകയും ചെയ്തു. ഈ 2 കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സഞ്ചിയിൽ കൊണ്ടുവരുമ്പോൾ മണലിലോ മറ്റെവിടെയെങ്കിലുമോ കമ്പി വീണുപോയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കരുതുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണ്. പുറത്തുനിന്നുള്ള ആരും സ്വർണമെടുക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് നിഗമനം. ക്ഷേത്രത്തിൽ നിന്ന് നേരത്തെയും സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഹൈക്കോടതിയിലടക്കം കേസുകൾ ഉണ്ടാവുകയും ചെയ്തു. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രസ്താവന അക്കാലത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ രക്തസ്രാവം മൂലം മരിച്ച 16-കാരി ഗർഭിണിയെന്ന് പോലീസ്. സംഭവത്തിൽ +1 വിദ്യാർത്ഥിക്കായി പോലീസ് തെരച്ചിൽ വ്യാപിപ്പിച്ചു. ഗർഭം അലസിപ്പിക്കുന്നതിനായി കുട്ടിക്ക് അശാസ്ത്രീയമായി മരുന്ന് നൽകിയതായും രക്തസ്രാവം ഉണ്ടായതായി മരിച്ചതായാണ് പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വെള്ളരിക്കുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ 24 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ 4 പേർ പോലീസിന്റെ പിടിയിലായി. ഇന്നലെ രാത്രി 12 മണിയോടെ അത്താണിക്കവലയിൽ നിന്നും ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അങ്കമാലിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കാക്കനാട്ടേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി പമ്പ് മുറിച്ചാണ് കഞ്ചാവ് പുറത്തെടുത്തത്. ബംഗാൾ സ്വദേശികളായ പ്രതികൾ മുർഷിദാബാദിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നത്.
പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞു. കുളത്തുമൺ ക്ഷേത്രത്തിന് സമീപമുള്ള കൈത കൃഷിത്തോട്ടത്തിൽ സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗിൽ നിന്നാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. 20 വയസ്സ് പ്രായമുള്ള കൊമ്പനാനയാണ് ചരിഞ്ഞത്. ആനശല്യം രൂക്ഷമായ പ്രദേശമാണ് കലഞ്ഞൂർ പഞ്ചായത്തിലെ കുളത്തുമൺ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരവധി പേരുടെ കൃഷി കാട്ടാന നശിപ്പിച്ചിരുന്നു. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ മെയ് 15 പൂർണ്ണ സജ്ജമാകും. സാങ്കേതിക തലത്തിലുള്ള അനുമതികൾ മാത്രമാണ് ഇനി സെന്ററിന് ആവശ്യമുള്ളൂ എന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എറണാകുളം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. പൊതുജനാരോഗ്യ രംഗത്ത് മധ്യ കേരളത്തിന്റെ മുഖമായി മാറാൻ ഒരുങ്ങുകയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ. ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ സിവിൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേതുൾപ്പെടെയുള്ള ഏതാനും അനുമതികൾ കൂടി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, സമീപ ജില്ലകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ചികിത്സാ രംഗത്തും ക്യാൻസർ ഗവേഷണ രംഗത്തും അതോടൊപ്പം തന്നെ ചികിത്സയിൽ ടെറിഷറി കെയർ സംബന്ധിച്ചും ഒരു വലിയ വികസന സ്വപ്നം അത് നമ്മൾ സാക്ഷാത്കരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. ആശുപത്രിയിലേക്ക് വേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന ജോലിയും അവസാനത്തിലെത്തി. സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി ഉടൻ സജ്ജമാക്കും. 283 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകൾ അപകടാവസ്ഥയിൽ. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് പുത്തൻനടയിൽ നിർമ്മിച്ച വീടുകളാണ് അപകടസ്ഥിതിയിലായതോടെ താമസക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത്. 2011 മാർച്ചിൽ സുനാമി ഫണ്ട് ഉപയോഗിച്ച് 94 വീടുകളാണ് അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചത്. 2 മുറികൾ, വരാന്ത, അടുക്കള എന്നീ സൗകര്യങ്ങളുണ്ടായിരുന്നു. 2007 സെപ്റ്റംബറിലുണ്ടായ തീപിടുത്തത്തിലും തുടർന്നുണ്ടായ കാലവർഷത്തിലും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം മുന്നിൽ കണ്ടായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. നിലവിൽ കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ വീടുകളുടെ മേൽക്കൂരകൾ ചോർന്നൊലിക്കുകയാണ്. ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളൽ വീണു. കെട്ടിടങ്ങളുടെ അടിത്തറയും ദുർബലമാണ്. ഇതിനൊക്കെ പുറമെ ശുചിമുറികളും തകർന്നു. മലിനജലം പരന്നൊഴുകുന്നുണ്ട്. 1 വർഷം ഗ്രൗണ്ടിൽ താമസിച്ച് 5 വർഷം, ഇതിപ്പോൾ 15 വർഷമായി ഇവർ ഇവിടെ വന്നിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മാത്രം 50,000 രൂപ വീതം വീട്ടുകാർ കൊടുത്തിട്ടുള്ളത്. ഇത് സാധാരണ നമുക്കറിയാം, കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കുന്നവർക്കല്ല, വീട് വെച്ച് കൊടുക്കുന്നവർക്ക് അതിൻ്റെ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ തന്നെ വീണ്ടും അത് പണിഞ്ഞു കൊടുക്കണമെന്നാണ് ഉള്ള ഉത്തരവ്. അത് ഒരു നിയമം ലംഘിച്ചുകൊണ്ടുള്ള കാര്യമാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം സർക്കാർ പറഞ്ഞ കണക്കോലെ അവരുടെ അടുത്ത് പൈസ ഇല്ല. ഈ ജനങ്ങൾ എവിടെ പോകും? ഇവരാണ്ട് ആ വീടൊക്കെ ഇടിഞ്ഞ് എല്ലാം പിളർന്ന് കിടക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ താമസിച്ചിരുന്ന സെബാസ്റ്റ്യന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണിരുന്നു. കഴിഞ്ഞ വർഷവും 12ഓളം അംഗങ്ങൾ കഴിഞ്ഞിരുന്ന വീട്ടിലെ മേൽക്കൂര അടർന്നു വീണു. സമാന സംഭവം പലവട്ടം ആവർത്തിച്ചു. പലവട്ടം താമസക്കാർ അധികൃതരെ സമീപിച്ചു. സഹായം ഉണ്ടായില്ല. കാലപ്പഴക്കത്താലുള്ള തകർച്ചയ്ക്ക് പ്രകൃതിക്ഷോഭം, ദുരിതാശ്വാസ സഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി താമസക്കാർ പറയുന്നത്. 14 വർഷത്തിനിടെ ഒരു തവണ മാത്രമാണ് വീടുകളുടെ മെയിന്റനൻസിനായി തുക അനുവദിച്ചത്. ഓരോ തവണ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ആധിയാണ് ഇവിടത്തുകാർക്ക്. അപകടങ്ങൾ പതിവാകുമ്പോഴും വാടക വീട്ടിലേക്ക് അടക്കം മാറാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇവർക്കില്ല. ന്യൂസ് 18 അഞ്ചുതെങ്ങ്. ദേശീയപാത വികസന പ്രവർത്തികളുടെ ഭാഗമായി പാറക്കെട്ടുകൾ പൊട്ടിക്കുന്നതിനിടെ വീടിന് വിള്ളൽ വീണ സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി വയോധിക. മലപ്പുറം കുറ്റിപ്പുറം ബംഗ്ലാംകുന്ന് സ്വദേശി പൂക്കോട്ട് ആമിനയാണ് തന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ആർ വിനോദിന് പരാതി നൽകിയത്. നാട്ടുകാരും മറ്റും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടാണ് ആമിനയുടേത്. ഈ വീടിനാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പാറക്കെട്ടുകൾ പൊട്ടിക്കുന്നതിനിടെ വിള്ളൽ വീണത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം നിർമ്മിക്കുന്ന സർവീസ് റോഡിനു വേണ്ടി പാറക്കെട്ടുകൾ പൊട്ടിക്കുന്നത് മൂലം വീടിന് വലിയ രീതിയിലാണ് വിള്ളൽ സംഭവിച്ചത്. ഇതുമൂലം ഏത് സമയത്തും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇനിയും പാറ പൊട്ടിക്കുന്നത് നിർത്തലാക്കണമെന്നും തന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് വയോധികയായ ആമിന ജില്ലാ കളക്ടറെ സമീപിച്ചത്. തന്റെ വീടിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആമിന ആവശ്യപ്പെട്ടു. ഞങ്ങളിവിടെ ഒരു 1.5 വർഷമായിട്ടുള്ളൂ വീട് വെച്ചിട്ട്. അപ്പോൾ വീടിന് നല്ലോണം പൊട്ടൽ വന്നിട്ടുണ്ട്. ചുമരിന് അവിടെ നേർക്കും നേരെയാണ് പാറ. അപ്പോൾ അവിടെ പൊട്ടിച്ചതുകൊണ്ട്
ഇത് തരിച്ചിട്ട് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കലക്ടർക്കൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഞങ്ങളതിന് അനുവദിക്കൂല, ഇത് സമ്മതിക്കൂല. അതന്നെ ഇനി ഇല്ലാതിരിക്കണം. കഴിഞ്ഞ ദിവസം ആമിനയെയും കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കി പാറ പൊട്ടിക്കാൻ KNRC അധികൃതർ ശ്രമിച്ചത് തടഞ്ഞിരുന്നു. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി വൻതോതിലാണ് പ്രദേശത്ത് പാറ പൊട്ടിക്കുന്നത്. ആമിനയുടെ വീട്ടിൽ കുറ്റിപ്പുറം CI നൌഫലിന്റെ നേതൃത്വത്തിൽ KNRC കമ്പനി അധികൃതരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ വീടിനുണ്ടായ വിള്ളലിന്റെ ആഘാതം ബോധ്യപ്പെടുകയും KNRC അധികൃതരോട് പാറ പൊട്ടിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മെയ് 21-നാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശനം നിർവഹിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ആദ്യമായാണ് മാധ്യമപ്രവർത്തകർക്കുള്ള വടംവലി സംഘടിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് ഉത്തരമേഖലാ വടംവലിയും ഉണ്ടാകും. മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കം അഗ്നിരക്ഷാസേനയും JCI കാരശ്ശേരിയും സംയുക്തമായി ത്രിദിന നീന്തൽ പരിശീലനം ആരംഭിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. മുക്കം അഗ്നിരക്ഷാസേനയും JCI കാരശ്ശേരിയും സംയുക്തമായാണ് തിരുവമ്പാടി ക്യൂവേറ്റ് ഹിൽസ് സെമി ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിൽ 3 ദിവസങ്ങളിലായി നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് 3 ദിവസത്തെ ട്രെയിനിംഗ് നൽകുന്നത്. മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റന ഫാത്തിമയുടെ നേതൃത്വത്തിൽ സർട്ടിഫൈഡ് ട്രെയിനർ ഗോഡ്സനാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. മുങ്ങിമരണങ്ങൾ തുടർക്കഥയാകുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രക്ഷിതാക്കളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 3 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം തുടർന്നും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും JCI കാരശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ആസാദ് പറഞ്ഞു. സ്വിമ്മിംഗ് പൂളിലാകട്ടെ അല്ല മറ്റ് സാഹചര്യങ്ങളിലാവട്ടെ മുങ്ങി മരണങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് JCI കാരശ്ശേരിയും മുക്കം ഫയർഫോഴ്സും ഒരു കൂടിയാലോചന നടത്തുകയും ആ കൂടിയാലോചനയിൽ നിന്ന് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗം നീന്തൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് JCI കാരശ്ശേരിയും മുക്കം ഫയർഫോഴ്സും സംയുക്തമായിട്ട് ഈ ഒരു നീന്തൽ പരിശീലനത്തിന് തയ്യാറായിട്ടുള്ളത്. മുക്കം അഗ്നിരക്ഷാ നിലയത്തിന്റെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ ഗഫൂർ ജലാശയ അപകടങ്ങളെക്കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും നൽകും. JCI കാരശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ആസാദ് ചടങ്ങിൽ അധ്യക്ഷനായി. മുക്കം ഫയർ ഓഫീസർ അബ്ദുൾ ഗഫൂർ, നീന്തൽ പരിശീലകൻ ഗോഡ്സൺ പുലൂരാംപാറ, JCI സെക്രട്ടറി ഹാഫിസ് റാഹത്ത്, പ്രോഗ്രാം ഡയറക്ടർ റിഷ്ന ഷബീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് 18 മുക്കം. കോതമംഗലത്ത് കുട്ടികൾക്കായി നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫയർഫോഴ്സ്, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. കരിങ്ങഴ തടയണയിലായിരുന്നു പരിശീലനം. വിവിധ പ്രായത്തിലുള്ള 150ഓളം കുട്ടികൾ പങ്കെടുത്തു. ഫയർഫോഴ്സിലെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകിയത്. കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചതിനൊപ്പം ജലാശയങ്ങളിൽ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താമെന്ന് ക്ലാസും ഡെമോൺസ്ട്രേഷനും നടത്തി. സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരുന്നു പരിശീലനം. മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് അപകടരഹിതമായി നീന്തൽ പഠിക്കാനും ജലസുരക്ഷയെക്കുറിച്ച് അവബോധം നേടാനും പരിശീലനം സഹായിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തും നമ്മുടെ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീമുമായി നടന്ന ഒരു നീന്തൽ പരിശീലന ക്യാമ്പ് നടത്തി. അതിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടി. കാരണം നമ്മുടെ പിണ്ടിമന പഞ്ചായത്തിനെ അതിനെ സംബന്ധിച്ച് പ്രത്യേകം അഭിനന്ദിക്കാൻ തോന്നുന്നു. കാരണം പാലക്കാട് ഈ കഴിഞ്ഞ ദിവസം 3 കുഞ്ഞുമക്കൾ മുങ്ങിമരണം സംഭവിച്ചു. ഒരുപക്ഷെ അവിടെ ഇങ്ങനെ ഒരു നീന്തൽ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനൊരു മരണം സംഭവിക്കില്ലായിരുന്നു. അതിന് പ്രത്യേകം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോടും പ്രത്യേകം നമ്മുടെ കേരള ഫയർഫോഴ്സ് ടീമിനോടും നന്ദി പറയുന്നു. ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കുട്ടികൾക്കും സന്തോഷം. എൻ്റെ ഈ അവധിക്കാലത്ത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് എനിക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സിനോടും ടീച്ചർമാരോടൊക്കെ പറയാൻ സാധിക്കും ഞാൻ വെക്കേഷന് നീന്തൽ പഠിച്ചു എന്ന്. സുരക്ഷ മാത്രമല്ല, വ്യക്തിത്വ വികസനവും ഇതിലൂടെ സാധ്യമാക്കാമെന്ന് ഫയർഫോഴ്സ് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ. കുട്ടികൾക്കൊരു എൻജോയ്മെന്റ്, ഇവിടെ വന്ന കുട്ടികളെ നമ്മൾ വെറുതെ ഒരു നീന്തൽ പരിശീലനം മാത്രമല്ല, എങ്ങനെ വെള്ളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെ അവർക്ക് സാധ്യമാവും,
എങ്ങനെ അപകടത്തിൽപ്പെട്ട അവരെ എങ്ങനെ രക്ഷപ്പെടാം, സ്വയം രക്ഷപ്പെടാം, മറ്റാരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിനെ പറ്റി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം അതിന്റെ ഒരു മോക്ക് ഡ്രില്ലും ഡെമോൺസ്ട്രേഷനും എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. കരിങ്ങഴ തടയണയിൽ നടന്ന നീന്തൽ പരിശീലനത്തിന്റെ ഫൈനൽ ടെസ്റ്റ് പരിപാടിയിൽ പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ, സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇനി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനിൽ ഉൾപ്പെട്ട ഹോട്ടലുകളിൽ ജോലി ചെയ്യാൻ കഴിയില്ല. ലഹരിക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഈ തീരുമാനം. സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുകയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇതിന്റെ ഭാഗമായാണ് ലഹരി ഉപയോഗിക്കുന്നവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ അസോസിയേഷൻ തീരുമാനിച്ചത്. ജീവനക്കാരെ മാത്രമല്ല, ഹോട്ടൽ, റെസ്റ്റോറന്റ്, ലോഡ്ജ്, ബേക്കറികളിൽ വരുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ഒപ്പം സ്ഥാപനങ്ങളിലെ ജോലിക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. യാതൊരു കാരണവശാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ജോലിയിൽ തുടരുവാൻ അനുവദിക്കരുത് എന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം. പ്രധാനമായിട്ടും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളിനെ പോലും ജീവനക്കാരായി നിയമിക്കില്ല. അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടും. രണ്ടാമതായിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകളിൽ റൂം എടുക്കുന്നവർ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വന്നത് ഇവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഈ ഞങ്ങളുടെ ഹോട്ടലുകളിൽ താമസത്തിനെത്തുന്നവർ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെടുന്നോ അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെടുന്നോ എന്ന് ശ്രദ്ധിച്ച് അവരെ നിരീക്ഷിക്കുകയും അതിൻ്റെ വേണ്ട നിർദ്ദേശം പോലീസിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വിവിധങ്ങളായ കർമ്മ പദ്ധതികളുമായിട്ട് ലഹരിക്കെതിരെ ശക്തമായ ഒരു ക്യാമ്പയിനുമായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഉണരട്ടെ കേരളം, ഒടുങ്ങട്ടെ ലഹരി എന്ന സന്ദേശവുമായി പോസ്റ്റർ പ്രചാരണം ആരംഭിച്ചു. ഇതിനൊപ്പം സ്ഥാപനങ്ങളിൽ മയക്കുമരുന്ന് വിരുദ്ധ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു. ലഹരി വിരുദ്ധ സ്ക്വാഡുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. ഹോട്ടലുകളിൽ മുറിയെടുക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നും വിപണനം ചെയ്യുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുകയും സ്ഥാപനവും പരിസരവും CCTV നിരീക്ഷണത്തിലാക്കുകയും ചെയ്യും. മയക്കുമരുന്നിന്റെ ഉറവിടവും ഉപയോഗവും വിപണനവും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പോലീസിലോ എക്സൈസിലോ അറിയിക്കാനും അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കായംകുളം. കാസർഗോഡ് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് പൂർത്തീകരിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ 14 ലക്ഷവുമാണ് പാർക്കിങ്ങിനായി അനുവദിച്ചത്. 29 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരുന്നത്. എങ്കിലും 5 ലക്ഷത്തോളം രൂപ കുറവിൽ പാർക്ക് പൂർത്തിയാക്കാനായി. വിവിധ സ്ലൈഡുകൾ, റൊട്ടേറ്ററുകൾ, മേരി ഗോ റൗണ്ട്, സ്പ്രിംഗ് ഹോഴ്സസ്, സീസോ, ജംഗിൾ ജിം, ബെഞ്ചുകൾ, ഊഞ്ഞാലുകൾ തുടങ്ങിയവയാണ് പാർക്കിൽ സജ്ജീകരിച്ചത്. പാർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ റിവിഷനിലും അവർ പണി തുടങ്ങുന്നില്ലെങ്കിൽ ഞങ്ങളത് മാറ്റിയിട്ട് മറ്റേതെങ്കിലും മേഖലയ്ക്ക് കൊടുക്കേണ്ട രീതിയാണ്. കാരണം നമ്മൾക്കിപ്പോൾ സമയബന്ധിതമായി കഴിഞ്ഞ വർഷം നമ്മൾ 98% തുക ചെലവഴിച്ചു. ഇതൊക്കെ തന്നെ മരുന്ന് പണിക്കാനും മറ്റൊക്കെ തന്നെ ഫണ്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം ഇങ്ങനെ ഓരോ പഞ്ചായത്തുകളുമായി വെച്ച 69 പ്രോജക്റ്റുകളാണ്. നമുക്കൊരു 6 കോടിയോളം രൂപയുടെ പദ്ധതികൾ, ഇതേപോലെ വെച്ച പദ്ധതികൾ, സംയുക്ത പദ്ധതികളുണ്ട്. പഞ്ചായത്തുകൾ തീർത്തില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് സമയബന്ധിതമായി വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാത്തൊരു സ്ഥിതി വരുന്നു. രണ്ടാം ഘട്ടമായി കോഫി ഷോപ്പ്, ചിൽഡ്രൻസ് ടോയ്ലറ്റ്, LED ലൈറ്റുകൾ, കൂടുതൽ ഇരിപ്പിടങ്ങൾ എന്നിവയും ഒരുക്കും. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷവും രണ്ടാം ഘട്ട പ്രവൃത്തിക്ക് നീക്കിവെച്ചിട്ടുണ്ട്. മാതൃ കമ്മിറ്റികൾ രൂപീകരിച്ച പാർക്കിന്റെ പരിപാലന ചുമതല ഏൽപ്പിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. കോഫി ഷോപ്പ്, കുടുംബശ്രീ യൂണിറ്റുകളെയും ഏൽപ്പിക്കും. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കായംകുളം പത്തിയൂർ പാലം പുനർനിർമ്മിക്കുന്നതിന് മുന്നോടിയായി നിലവിലെ പാലം പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതേസമയം പുനർനിർമ്മാണം കഴിയുന്നതുവരെ പാലത്തിന് സമാന്തരമായി താൽക്കാലിക പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭഗവതിപ്പടി, കരിയിലക്കുളങ്ങര, മല്ലിക്കാട് കടവ് റോഡിന്റെ പുനർനിർമ്മാണം. ഇതിനോട് അനുബന്ധമായി പത്തിയൂർ പാലം നിർമ്മാണവും ഉൾപ്പെട്ടിരുന്നു. പദ്ധതിക്കായി 20,24 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഡിസൈൻ ലഭ്യമാക്കുന്നതിലും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിലുമുള്ള കാലതാമസം പാലം നിർമ്മാണം വൈകാൻ കാരണമായി. തുടർന്ന് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ശേഷം പാലം നിർമ്മാണത്തിനായി 2.78 കോടി രൂപ സാങ്കേതിക അനുമതി നൽകി പുതിയ കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നു. പാലം പൊളിക്കുന്നതോടെ 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യേണ്ടി വരും.
അതിനാൽ പാലം പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് യാത്ര ചെയ്യാൻ താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വികസനം എപ്പോഴും നല്ല കാര്യമാണ്, അതിന് നമ്മുടെ ജനങ്ങളാരും അതിനെതിരല്ല. പക്ഷേ ഈ പാലം പൊളിക്കുന്നതിന് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പഞ്ചായത്തിന്റെ ഒരു വിഭാഗം ആൾക്കാർ ഇതിന്റെ കഴിവശം താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിനു വേണ്ടിയും നമ്മുടെ പത്തിയൂർ പഞ്ചായത്തായാലും അമ്പലമായാലും സ്കൂളായാലും ഹെൽത്ത് സെന്റർ ആണെങ്കിലും പ്രകാശിത ആണെങ്കിലും ആയുർവേദ ഹോസ്പിറ്റൽ ആണെങ്കിലും എല്ലാ അനുബന്ധമായിട്ട് ഈ ജനങ്ങൾ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഒരു പാലം പൊളിച്ചാൽ നിർമ്മിക്കാൻ ഏറ്റവും കുറഞ്ഞത് 8 മാസമെങ്കിലും എടുക്കും. ആ 8 മാസക്കാലം നമുക്ക് എല്ലാവർക്കും അറിയാം. 20 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂള് തുറക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധി നേരിടും. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല. പാലത്തിന് 27 മീറ്റർ നീളമുണ്ട്. പാലം പൊളിക്കുന്നതിന് മുന്നോടിയായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. കരിയിലക്കുളങ്ങര ഭാഗത്തു നിന്ന് ഭഗവതിപ്പടി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വഴി തിരിച്ചുവിടും. ന്യൂസ് 18 കായംകുളം. കാട്ടാക്കട നെയ്യാറ്റിൻകര റോഡിലെ 5 തെങ്ങിൻമൂട് പാലത്തിന്റെ കലിങ്ക് അപകടാവസ്ഥയിൽ. PWDക്ക് പരാതി നൽകിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാട്ടാക്കട നെയ്യാറ്റിൻകര റോഡിലെ 5 തെങ്ങിൻമൂട് പാലത്തിന്റെ കലിങ്കാണ് തകർന്ന് അപകടാവസ്ഥയിൽ കാണുന്നത്. കാട്ടാക്കട കുളത്തുമ്മൽ സ്കൂളിലേക്കും കോളേജിലേക്കുള്ള നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായും അല്ലാതെയും ആശ്രയിക്കുന്ന വഴിയാണ് ഇവിടം. കലുങ്കി ഇളകി മാറി നിൽക്കുന്ന അവസ്ഥ കാരണം ഇവിടെ വാഹനാപകടങ്ങൾ ഉൾപ്പെടെ പതിവാവുകയാണ്. 2022 മലവെള്ളപ്പാച്ചിലിൽ കലുങ്ക് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ നിരവധി തവണ PWDക്ക് പരാതി നൽകിയെങ്കിലും കാലവർഷം അടുത്തതോടെ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. കാരശ്ശേരി പഞ്ചായത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച 2 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. വല്ലത്തായിപ്പാറ പീച്ചുംപൊയിൽ പെരുംകൊല്ലൻകണ്ടി റോഡും പീച്ചുംപൊയിൽ റോഡുമാണ് ഉദ്ഘാടനം ചെയ്തത്. 5 ലക്ഷം രൂപ ചിലവഴിച്ച് 265 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ പീച്ചുംപൊയിലിൽ പെരുംകൊല്ലക്കണ്ടി റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ പ്രദേശത്തെ 10ഓളം വീട്ടുകാരുടെ ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. അപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഇതുപോലൊക്കെയുള്ള റോഡ് മെല്ലെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ റോഡില്ലാത്തടത്ത് റോഡ്, മറ്റ് ഫുട്പാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മെല്ലെ ആ ഒരു സ്ഥിതിയിൽ നിന്നും മാറി അത്യാവശ്യം വണ്ടി വരാവുന്ന, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ നമുക്ക് വണ്ടിയൊക്കെ എത്തിച്ചേരാവുന്ന രീതിയിലേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇതോടൊപ്പം തൊട്ടടുത്ത പ്രദേശമായ പീച്ചാംപൊയിലിൽ കാരശ്ശേരി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജിത മൂത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ KK നൌഷാദ്, KP ഷാജ, MR സുകുമാരൻ, ശ്രുതി കമ്പളത്ത്, ഷുഹൈബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 മുക്കം. പഞ്ചാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് മരുതൂർ വൈലീരിക്കാവ് ചെന്തോട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. മണികണ്ഠൻ കൊടുമുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു പഠനവും പരിശീലനവും. പട്ടാമ്പി മരുതൂരിലെ വൈലീരിക്കാവ് ചെന്തോട്ടുകാവ് ദേവീക്ഷേത്രത്തിലാണ് ചെണ്ടയിൽ വാദ്യവിസ്മയം തീർത്ത് കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നത്. അഭിരാം, ഹരിഗോവിന്ദ്, ശിവനന്ദ, ശ്രീനാഥ്, ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ചെണ്ടയിൽ മേളപ്പെരുക്കം തീർത്തത്. മണികണ്ഠൻ കൊടുമുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചാരിമേളം പഠനവും പരിശീലനവും നൽകിയത്. ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് പൊതു അവധികളിലുമാണ് പരിശീലനം നടന്നത്. അരങ്ങേറ്റം കുറിച്ച കുട്ടികളെയും ഗുരുനാഥൻ മണികണ്ഠൻ കൊടുമുണ്ടയെയും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ആദരിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. ആലിൻ ചുവട്ടിലിരുന്ന് ആടിയും പാടിയും കഥ പറഞ്ഞും ശ്രദ്ധേയമാവുകയാണ് ഒരു അവധിക്കാല ക്യാമ്പ്. മലപ്പുറം കോഡൂർ മൈത്രി നഗറിലാണ് പ്രദേശത്തെ ഒരു കൂട്ടം അധ്യാപകരും നാട്ടുകാരും കുട്ടികൾക്കായി ക്യാമ്പ് ഒരുക്കിയത്. അവധിക്കാലത്ത് കുട്ടികൾക്ക് ആലിൻ ചുവട്ടിലിരുന്ന് ആടിയും പാടിയും കഥ പറഞ്ഞും ഒരു ക്യാമ്പ്, അതും തീർത്തും സൗജന്യമായി. മലപ്പുറം കോഡൂര് മൈത്രി നഗറിലാണ് പ്രദേശത്തെ ഒരു കൂട്ടം അധ്യാപകരും നാട്ടുകാരും ചേർന്ന് ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ക്യാമ്പ് ഒരുക്കിയത്.
സമ്മറിൻ മൈത്രി എന്ന പേരിലായിരുന്നു ഈ ക്യാമ്പ് തുടങ്ങിയത്. അവധിക്കാലത്ത് ഫോണിന്റെയും ടിവിയുടെയും മുന്നിൽ നിന്ന് കുറച്ചു സമയമെങ്കിലും കുട്ടികളെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് ക്യാമ്പ് എന്ന ആശയം ഉദിച്ചത്. നമ്മളിങ്ങനെ ഒരു പദ്ധതി ആദ്യമായിട്ട് ആലോചിച്ചത് ഡിവൈഎഫ്ഐ മൈത്രി നഗർ യൂണിറ്റിനകത്താണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നാട്ടിലുള്ള ടീച്ചേഴ്സിനെ വിളിച്ചിട്ടൊരു യോഗം കൂടി. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും വളരെ താല്പര്യത്തോടു കൂടിയിട്ട് തികച്ചും സൗജന്യമായിട്ട് തന്നെ നമുക്കിത് ചെയ്യാമെന്നുള്ളൊരു ഉറപ്പ് തന്നു. പിന്നെ നമ്മൾ നാട്ടിലൊരു യോഗം കൂടുകയും കുട്ടികളെയും നാട്ടുകാരെയും ഇത് അറിയിച്ചു. അതുപോലെ തന്നെ വീടുകൾ കയറി ഇറങ്ങി നമ്മളിങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ് ആയപ്പോഴേക്കും 60 കുട്ടികളായി. അപ്പോൾ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 200ഓളം വർഷം പഴക്കമുള്ള വലിയ ആലിൻ ചുവട്ടിലാണ് ഇവരുടെ പഠനം. ഡിവൈഎഫ്ഐ പ്രവർത്തകരും ക്യാമ്പിനെ സജീവമാക്കാൻ രംഗത്തുണ്ട്. ന്യൂസ് 18 തിരൂർ. സംഘർഷബാധിത മേഖലകളിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികളും ജയ്സാൽമാറിൽ കുടുങ്ങിയ സിനിമാ പ്രവർത്തകരും കൊച്ചിയിൽ തിരിച്ചെത്തി. വെടിവെപ്പ് ശബ്ദങ്ങൾ കേട്ട് ഭയന്നെന്ന് തിരിച്ചെത്തിയവർ പ്രതികരിച്ചു. രാജ്യത്തിന്റെ സംഘർഷ മേഖലകളിൽ നിന്ന് അവിടെ അകപ്പെട്ടു പോയ മലയാളി വിദ്യാർത്ഥികൾ തിരിച്ചെത്തുന്നു. അതോടൊപ്പം തന്നെ ചില സിനിമാ പ്രവർത്തകരും തിരിച്ചെത്തിയിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന വലിയ ഒരു സംഘർഷ സാധ്യതകൾക്ക് ഇപ്പോൾ അതിന് ഒരു അയവ് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം മുൻനിർത്തിയാണ് പ്രത്യേകിച്ച് ചാണ്ടിഗഡ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളടക്കം ഇവിടേക്ക് തിരിച്ചെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അവർ കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഡൽഹി വഴിയുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ അത് ഉപയോഗിച്ചു. അത് മറ്റു ചിലർ നേരിട്ട് ഇവിടേക്ക് വരികയും ട്രെയിൻ മാർഗവും കാർ മാർഗവും വിമാനത്താവളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തവരുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു ആദ്യ സംഘമാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയത്. ഇവിടേക്ക് എത്തിയവരെല്ലാവരും തന്നെ വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ചില വിദ്യാർത്ഥികൾ ഇത് നേരിട്ട് ഡ്രോണുകൾ പതിക്കുന്നത് നേരിട്ട് കണ്ടവരുണ്ട്. ചിലർ ഇതൊന്നും അറിയാതെ തന്നെ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞവരുമുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവരിലും തന്നെ ഒരു സന്തോഷവും സമാധാനവുമാണ് അവരുടെ വാക്കുകളിലുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ട്രെയിൻ അവിടെ ചാണ്ടിഗഡ് വിമാനത്താവളം അടച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഇങ്ങോട്ട് എത്തും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആശ്വാസം. ചില വിദ്യാർത്ഥികൾക്ക് ചിലർക്ക് ഇത്തരം ഒരു സംഘർഷ മേഖലയിൽ നിന്ന് ഇതിൻ്റെ ഒരു ദുരിതങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് കാണേണ്ടിയും വരികയും ചെയ്തു. ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. അവിടെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ വീട്ടുകാരുടെ ടെൻഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്നതാണ്. അവിടെ ഇപ്പോഴും സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആക്കിയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നേ ഉള്ളൂ. ഏതായാലും അത് സന്തോഷത്തോടെ അവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തിരിച്ചെത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം എല്ലാവരിലും തന്നെയുണ്ട്, ആശ്വാസം എല്ലാവരിലും തന്നെയുണ്ട്. വൈകാതെ ഈ പരീക്ഷാ കാര്യങ്ങൾക്കായി തിരിച്ച് പോകാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഇവർ. സംഘർഷ മേഖലയിൽ കുടുങ്ങിയ പലരായിട്ട് ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ ആഫുകർണ പടത്തിൻ്റെ സിനിമ പുറത്തുവരാണ്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ജയ്സൽമീറിലായിരുന്നു ഷൂട്ട്. ഞങ്ങളൊരു കുറച്ച് ദിവസം 90 ദിവസത്തെ ഷൂട്ടിൻ്റെ ഇതുമായിട്ട് പോയതാണ്. 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ ആയിട്ട് വന്നത്. ഞങ്ങൾ പാകിസ്ഥാൻ്റെ ബോർഡർ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു 150 കിലോമീറ്റർ ഉണ്ടായിരുന്നു. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.